ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്കും അതുപോലെ പബ്ലിക് പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് മക്കളെ പറയുന്നത്? വാട്ട് ആർ ഒളിഗോസാക്കറൈഡ്സ്? എന്താണ് ഒളിഗോസാക്കറൈഡുകൾ? അതിന് 2 എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആൻസർ കാണാം, അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആർ കോൾഡ് ഒളിഗോസാക്കറൈഡ്. ഒളിഗോസാക്കറൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാർബോഹൈഡ്രേറ്റുകളെ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത്, ഹൈഡ്രോളിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുന്ന ടൈമിൽ അവിടെ 2 മുതൽ 10 മോണോസാക്കറൈഡുകൾ വരെ നമുക്ക് ലഭിക്കാം. ഓക്കെ, കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 മുതൽ 10 മോണോസാക്കറൈഡുകൾ വരെ ലഭിക്കുന്നു. അത്തരം കാർബോഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുക. സോ ഒളിഗോസാക്കറൈഡിന് നിങ്ങൾ 2 ഉദാഹരണമെങ്കിലും മാക്സിമം പഠിച്ചു വെച്ചിരിക്കണം. ഫസ്റ്റ് എക്സാമ്പിൾ സൂക്രോസ് ആണ്, രണ്ടാമത്തെ എക്സാമ്പിൾ ലാക്ടോസ്, മാൾട്ടോസ് തുടങ്ങിയവ ഇങ്ങനെ പോകുന്നുണ്ടാവും. സോ 2 എക്സാമ്പിൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻ? ഓക്കെ, ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൻ്റെയും ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ലൈക്ക് ഷേപ്പ് ആയിരിക്കും, അല്ലേ? ഫൈബ്രസ് പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താ? ഫൈബർ ലൈക്ക് ഷേപ്പ് ആയിരിക്കും. ഇനി ഗ്ലോബുലാർ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താ? ഗ്ലോബ് അല്ലെങ്കിൽ സ്പെരിക്കൽ ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, സ്പെരിക്കൽ ഷേപ്പ്ഡ് ആയിരിക്കും ഗ്ലോബുലാർ പ്രോട്ടീൻ. ഇനി ഫൈബ്രസ് പ്രോട്ടീൻ്റെ പ്രത്യേകത വാട്ടർ ഇൻസോലുബിൾ, വെള്ളത്തിൽ എന്ത് ചെയ്യില്ല? സോലുബിൾ അല്ല, ലയിപ്പിക്കാൻ കഴിയില്ല. ഇനി ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ആണ്. ഇനി ഫൈബ്രസ് പ്രോട്ടീൻ്റെ 2 എക്സാമ്പിളുകൾ നിങ്ങൾ പഠിക്കണം. ഒന്ന് കെരാറ്റിനാണ്, 2 മയോസിനാണ് കേട്ടോ. കെരാറ്റിനും മയോസിനും കൃത്യമായിട്ട് പഠിച്ചല്ലോ. യെസ്, ഗ്ലോബുലാർ പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ഇൻസുലിനും ആൽബുമിനും. റെഡി? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? ഏറ്റവും തവണ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോളാം. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ എക്സാമ്പിൾ കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? വെൻ എ പ്രോട്ടീൻ ഈസ് ഹീറ്റഡ് ഓർ കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് ആഡഡ് ടു ഇറ്റ്. ഒരു പ്രോട്ടീനിലേക്ക് കെമിക്കൽ ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോഴോ അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് ലോസസ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി. ആ ഒരു പ്രോട്ടീനിൽ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് നഷ്ടപ്പെടും, ലോസ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡീനാച്ചുറേഷൻ എന്നത്. ഡീനാച്ചുറേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ബയോളജിക്കൽ ആക്ടിവിറ്റി ഒക്കെ നഷ്ടപ്പെടും. സോ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ നാളത്തെയോ അല്ലെങ്കിൽ പബ്ലിക് പരീക്ഷയുടെയോ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂടാ. കൂടുതൽ തവണ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ കെമിസ്ട്രിയിൽ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ബയോളജിയിലെ സുവോളജിയിൽ DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കെമിസ്ട്രിയിൽ നിങ്ങളിപ്പോൾ പഠിക്കുക DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം. DNAയിൽ പെൻഡോസ് ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെൻഡോസ് ഷുഗർ ഇൻ DNA ഈസ് 2-deoxyribose. പെൻഡോസ് ഷുഗർ ഏതായിരുന്നു? 2-deoxyribose ആണ്. റൈബോസിലാണെങ്കിൽ, അതായത് RNAയിലാണെങ്കിൽ റൈബോസ് ആണ് അവിടെ പെൻഡോസ് ഷുഗർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNAയിൽ നിങ്ങൾക്കറിയാം അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, അല്ലെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെ 4 ബേസ് പെയറുകളാണുള്ളത്. ഓക്കെ, 4 ബേസസ് ആണുള്ളത്. ഇനി നിങ്ങൾ RNAയിലേക്ക് വരുന്ന സമയത്ത് അവിടെ തൈമിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ യുറാസിൽ ഈസ് പ്രസൻറ്റ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ 10ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. അപ്പോൾ DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ ചോദിച്ചില്ലെങ്കിൽ ബയോളജിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്? നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബിക്കോസ് പബ്ലിക് എക്സാമിന് ചോദിച്ചില്ലെങ്കിലും മോഡലിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അതിനെക്കാട്ടും കുറവ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് പെൻഡോസ് ഷുഗർ വിത്ത് നൈട്രജൻ ബേസ്. അതായത് ഷുഗറിൻ്റെ കൂടെ, പെൻഡോസ് ഷുഗറിൻ്റെ കൂടെ നൈട്രജൻ ബേസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയും ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഓക്കെ, ന്യൂക്ലിയോസൈഡ്.
ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോസൈഡ് വിത്ത് ഫോസ്ഫോറിക് ആസിഡ്. അതായത് ഈ പറഞ്ഞ ന്യൂക്ലിയോസൈഡിൽ എന്തൊക്കെയുള്ളത് മക്കളെ? ന്യൂക്ലിയോസൈഡിനകത്ത് ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? യെസ്, നൈട്രജൻ ബേസും ഉണ്ട്. അപ്പോൾ ഷുഗറും ഉണ്ട്, നൈട്രജൻ ബേസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൂടി ഉണ്ട്? ഫോസ്ഫോറിക് ആസിഡ് കൂടി ചേർന്നാൽ മാത്രമേ, ഓക്കെ, ഫോസ്ഫോറിക് ആസിഡ് കൂടി ചേർന്നാൽ മാത്രമേ അവിടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഷുഗറും നൈട്രജൻ ബേസും മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയോടൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട്? ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ബേസും ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് കൂടി ഉണ്ട്. 3 കാര്യങ്ങളുണ്ട് ന്യൂക്ലിയോടൈഡിനകത്ത്. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റാമിൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സോൾബിലിറ്റി. അതായത് നിങ്ങൾ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, സ്റ്റേറ്റ് സിലബസുകാരാണെങ്കിൽ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ്. വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് ഉണ്ട്, അതുപോലെ ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻസ് ഉണ്ട്. വാട്ടർ സോല്യൂബിളിൽ നമുക്ക് ബിയും സിയും ആണ് പറയാൻ പറ്റുക. മറ്റേതിൽ എന്ത് ചെയ്യുന്നു? ഫാറ്റ് സോല്യൂബിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ADEK. ഓക്കെ, സ്റ്റേറ്റ് സിലബസ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സർക്കിളിൽ ഒക്കെ കൊടുത്തിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ ഫാറ്റ് സോല്യൂബിളും വാട്ടർ സോല്യൂബിളും. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് വിറ്റാമിൻസിന്റെ ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടത് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസാണ് അല്ലേ? സോ വിറ്റാമിൻ എ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെറോഫ്താൽമിയ. പഠിച്ചു വെച്ചോണേ, സെറോഫ്താൽമിയ. ഇനി വിറ്റാമിൻ B1 എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കണം എന്തിനെക്കുറിച്ച്? ബെറിബെറി. എന്തിനെക്കുറിച്ചാ? ബെറിബെറി. ബ്ലൂബെറി അല്ല, ബെറിബെറി ആണ്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ബെറിബെറി എന്ന് പറയുന്ന ഒരു രോഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? യെസ്, വിറ്റാമിൻ B1. റെഡി. ഇനി വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ C4 സ്കർവി എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, വിറ്റാമിൻ സിയുമായി ബന്ധപ്പെട്ടത് വിറ്റാമിൻ സി സ്കർവി. ഓക്കെ, വിറ്റാമിൻ സി സ്കർവി എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. റെഡി. ഇനി വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു റിക്കറ്റ്. പഠിച്ചു വെച്ചോണേ, ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ രോഗങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ സൂക്രോസ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻ ഡി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡിനകത്ത് ഇതാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ ലിങ്കേജുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. സോ അതിലേക്ക് നമ്മൾ പോകുന്നു. സോ സൂക്രോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ എന്ത് ലിങ്കേജാണ് മക്കളെ? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ലേടാ? യെസ്, അപ്പോൾ സൂക്രോസുമായി ബന്ധപ്പെട്ടത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി പ്രോട്ടീനുമായി ബന്ധപ്പെട്ടത് എന്താ? പ്രോട്ടീനുമായി ബന്ധപ്പെട്ടത് പെപ്റ്റൈഡ് ലിങ്കേജ്. നിങ്ങൾക്കറിയാം അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ബോണ്ട് വഴി ബോണ്ട് ഏൽപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? യെസ്, ഒരു പ്രോട്ടീൻ കിട്ടുക അല്ലേ? ഒരു പ്രോട്ടീൻ കിട്ടുക. അതൊക്കെ നിങ്ങൾ ബേസിസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിലേക്ക് വരുന്ന സമയത്ത് ന്യൂക്ലിക് ആസിഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ന്യൂക്ലിക് ആസിഡ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് അല്ലെ? ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. ഇനി അതുപോലെ തന്നെ വിറ്റാമിൻ ഡി എവിടെയാണ്? അഡിപ്പോസ് ടിഷ്യൂമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു കോളം 1ഉം കോളം 2ഉം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് പ്രോട്ടീനകത്തുള്ള ലിങ്കേജ് ആണ് കേട്ടോ. പ്രോട്ടീനിലുള്ള ലിങ്കേജ് പെപ്റ്റൈഡ്. ഓക്കെ, പെപ്റ്റൈഡ് ബോണ്ടാണ് ഇതിനകത്ത്. യെസ്, പ്രോട്ടീനിനകത്തുള്ള ലിങ്കേജ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബയോമോളിക്യൂൾസിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. സോ എന്ത് ചെയ്യുക? ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ക്ലിയർ ആക്കി സെറ്റാക്കി പഠിച്ച് മുമ്പോട്ട് പോവുക. നാളത്തെ മോഡൽ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് തകർത്ത് എഴുതാനായിട്ട് ശ്രമിക്കാം കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ബൈ.